ലോകത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സന്തോഷം ജീവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകം സന്തോഷിക്കുമ്പോൾ നിങ്ങൾ കരയും, നിങ്ങൾ വിലപിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് കാണാം. 1, ലോകം സന്തോഷിക്കുമ്പോൾ നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും. തൻ്റെ അഭിനിവേശത്തിലേക്കും മരണത്തിലേക്കും ഉള്ള മണിക്കൂറുകൾക്ക് മുമ്പായി യേശു തൻ്റെ അപ്പോസ്തലന്മാരുമായി സംവദിക്കുകയാണ്. യേശുനാഥൻ്റെ മരണം ക്രിസ്ത്യൻ ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളയാനും പുനരുത്ഥാനത്തിൻ്റെ സന്തോഷകരമായ ഓർമ്മകൾ പകരാനും ഒരു കടന്നുപോകലിൻ്റെ നിമിഷമായിരുന്നില്ല. മറിച്ച് തൻ്റെ സഹനത്തിൻ്റെ കുരിശ് വരും നൂറ്റാണ്ടുകളിൽ തൻ്റെ അനുയായികളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് തുടരുമെന്ന് കർത്താവായ യേശുനാഥൻ പ്രഖ്യാപിച്ചു. യേശുവിൻ്റെ രാജ്യം പിന്നീട് പീലാത്തോസിനോട് പ്രഖ്യാപിച്ചതുപോലെ ഈ ലോകത്തിൻ്റെതല്ല. അതിനാൽ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാകാൻ തിരഞ്ഞെടുത്തവർക്ക് അവരുടെ ഭൗമിക തീർത്ഥാടനത്തിൽ കഷ്ടപ്പാടുകളും വൈരുദ്ധ്യങ്ങളും നേരിടേണ്ടി വരുമെന്ന് ഉറപ്പുള്ള വസ്തുതയാണ്. അവനെ അനുഗമിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായവർ ലോകത്തിൻ്റെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നിരസിക്കാനും തങ്ങളുടെ കുരിശ് ഏറ്റെടുത്ത് അവനെ അനുഗമിക്കുവാനുമുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് പുതുക്കുവാനുമുള്ള ദൈനംദിന പോരാട്ടം അവർ ആർജിക്കുമെന്നത് ക്രിസ്തുവിനോടുകൂടി ഉറപ്പുള്ള സത്യമായിരുന്നു. 2, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ ഈസ്റ്റർ കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുഃഖം പ്രതിഫലിപ്പിക്കുന്നത് വിചിത്രമായി തോന്നിയേക്കാം. എന്നിരുന്നാലും ക്രൈസ്തവ ലോക വീക്ഷണത്തിൽ ദുഃഖവും മറ്റെല്ലാ മനുഷ്യാനുഭവങ്ങളും വാസ്തവത്തിൽ നമ്മുടെ ഈസ്റ്റർ സന്തോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയൂ എന്നതാണ് സത്യം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതുപോലെ ഞങ്ങൾ ഒരു ഈസ്റ്റർ ജനതയാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ മുഴുവൻ ജീവിതവും യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സത്യത്താൽ മാറ്റാനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. നാം ജീവിക്കുന്നത് പുനരുത്ഥാനത്തിൻ്റെ യുഗത്തിലാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന ജീവിത സത്യത്തെ മാറ്റിമറിക്കുന്ന സത്യത്തിന് പുറത്ത് മാനുഷികമോ ആത്മീയമോ ആയ ഒരനുഭവത്തിനും ജീവിക്കാനോ ജീവൻ പകരുവാനോ കഴിയുകയില്ല. പുനരുത്ഥാനത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും അർത്ഥമാക്കുന്നത് ഈ സത്യത്തിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അടങ്ങാത്ത ദാഹം ക്രൂരവും പീഡിപ്പിക്കുന്നതുമായ പരിഹാസമല്ല, മറിച്ച് ഒരു വാഗ്ദാനമാണ്. നല്ലതും സത്യവുമായി എല്ലാറ്റിനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനാൽ നമ്മുടെ ഹൃദയങ്ങൾ കൃത്യമായും ആത്മീയ ലാഭത്തിന് വേണ്ടി ക്ലേശങ്ങളിലൂടെ കടന്നു പോകുവാൻ നാം അനുവദിക്കുന്നു. 3, നിങ്ങളുടെ സന്തോഷം ആരും എടുത്തു കളയുകയില്ല. യേശു നമ്മോട് വാഗ്ദാനം ചെയ്യുന്ന സന്തോഷം വളരെ വലുതാണ്. അത് യാതൊന്നിനും നമ്മിൽ നിന്നും എടുത്തു കളയുവാൻ കഴിയില്ല. ഒടുവിൽ നമ്മുടെ സന്തോഷം അവസാനിക്കുമ്പോൾ നാം അവനോട് ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യില്ലെന്ന് യേശു പറയുന്നു. ഇനി സംശയത്തിന് ഇടമുണ്ടാകില്ല. നമ്മുടെ ഹൃദയം അവൻ്റെ സന്തോഷത്താൽ നിറഞ്ഞിരിക്കും. നമുക്കൊന്നിനും കുറവുണ്ടാകില്ല. നമ്മുടെ ദാഹത്തിൻ്റെ വേദന, ദാഹത്തിൻ്റെ സത്യം ശമിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നിറയും. അപൂർണതയിലേക്ക് നാം വിധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടും. നമ്മുടെ തീർത്ഥാടനം നാം ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം കാഴ്ചയിലൂടെയല്ല, വിശ്വാസത്താലാണ് നടക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. വാഗ്ദാനങ്ങളിൽ ജീവിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. എന്നാൽ ഈ വാഗ്ദാനങ്ങളുടെ വിശ്വാസ്യത ശവക്കുഴിയെ ജയിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ ഉറപ്പ് നൽകിയിരിക്കുന്നതാണ്. അവൻ നേടിയ അനന്തരാവകാശം നമ്മുടെ അനന്തരാവകാശമാണ്. പ്രിയരെ, കർത്താവായ യേശുവിനോട്
നാം ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. അതിൻ്റെ അഗാധമായ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരത്തിനായുള്ള ആഗ്രഹത്തിൽ നമ്മുടെ ഹൃദയം എത്ര തവണ വേദനിച്ചിട്ടുണ്ട്. അവ ഇതിനകം പൂർത്തീകരിക്കപ്പെടുന്നത് കാണാൻ നാമൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? ക്രിസ്തുബന്ധത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വളരുവാൻ നമ്മിലുള്ള വേദനകളെ നമുക്ക് ഉത്ഥാന ശോഭയാൽ നിറയ്ക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.